നേഷൻ എന്ന് പേരിട്ട ആ സമ്മേളനത്തിൽ അദ്വാനിയും വാജ്പേയിയും അടക്കം തലപ്പൊക്കമുള്ള നേതാക്കളെല്ലാം ഉണ്ടായിരുന്നു. അദ്വാനിയാണെങ്കിൽ അന്ന് രാമജന്മഭൂമി പ്രക്ഷോഭം നയിച്ച് വിജയിപ്പിച്ച നേതാവ്, പാർട്ടി അണികളുടെ ഫയർ ബ്രാൻഡ്. പോരാത്തതിന് RSSന്റെ ആശീർവാദവുമുണ്ട്. BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി അദ്വാനി ആയിരിക്കുമെന്നതിൽ ആർക്കും ഒരു സംശയമുണ്ടായിരുന്നില്ല. അദ്വാനി തന്നെയായിരിക്കും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് മഷിയടിച്ച് പ്രസിദ്ധീകരിക്കാൻ കാത്തിരുന്ന പത്രങ്ങൾ വരെയുണ്ടായിരുന്നു. യോഗത്തിൽ പ്രസംഗിക്കാൻ അദ്വാനിയുടെ സമയം വന്നു. അദ്വാനി എഴുന്നേറ്റ് നേരെ മൈക്കിൽ കൂടി ഒരൊറ്റ വാക്ക് പ്രസംഗിച്ചു: നമ്മുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി അടൽജി ആയിരിക്കും. അവിടെ കൂടി നിന്ന ആരും, എന്തിന് വാജ്പേയി പോലും അത്തരമൊരു പ്രഖ്യാപനം സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. പക്ഷേ തൊട്ടടുത്ത നിമിഷം വൻ കയ്യടി അവിടെ മുഴുവൻ നിറഞ്ഞു. പ്രസംഗം കഴിഞ്ഞെത്തിയ അദ്വാനിയോട് അദ്ദേഹം ചോദിച്ചു: താങ്കൾ എന്താണ് ഇപ്പോൾ കാണിച്ചത്? എന്നോട് പോലും ചോദിക്കാതെ എന്തിനാണ് ഇങ്ങനൊരു തീരുമാനമെടുത്തത്? ഇതിലും മികച്ചൊരു തീരുമാനമുണ്ടെങ്കിൽ അത് പറയൂ എന്ന് മാത്രമാണ് അദ്വാനി അന്ന് വാജ്പേയിയോട് മറുപടിയായി പറഞ്ഞത്. 2014 മുരളി മനോഹർ ജോഷി, സുഷമ സ്വരാജ്, അരുൺ ജെയ്റ്റ്ലി, മനോഹർ പരീക്കർ, ശിവരാജ് സിംഗ് ചൗഹാൻ, രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി തുടങ്ങിയ മോദിക്ക് മുന്നേ ദേശീയ തലത്തിൽ തലപ്പൊക്കം നേടിയ അനേകം നേതാക്കന്മാർ BJPയിൽ ഉണ്ടായിരുന്നു. അവരാരും സീനിയോറിറ്റി ഉന്നയിച്ചില്ല. MPമാരുടെ പിന്തുണയുണ്ടെന്ന് പറഞ്ഞ് ബഹളം വെച്ചില്ല. മോദിയാണ് യോഗ്യൻ, പാർട്ടി അധികാരത്തിൽ വരട്ടെ, അതാകണം ലക്ഷ്യമെന്ന് മാത്രമായിരുന്നു അവരുടെ ചിന്ത. 2014 തിരഞ്ഞെടുപ്പിൽ അദ്വാനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം വന്നിരുന്നു. മോദിക്ക് മുൻപായി തനിക്കൊരവസരം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പക്ഷേ കാലം ആഗ്രഹിക്കുന്നത് മോദിയെയാണെന്ന് RSSന്റെ പ്രിയപ്പെട്ട അദ്വാനിയോട് RSS തന്നെ മുൻകൈയെടുത്ത് ബോധ്യപ്പെടുത്തി. ഒരു ബഹളവുമില്ലാതെ അദ്വാനി പാർട്ടിക്കൊപ്പം ഉറച്ചു നിന്നു. 3 തവണ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായ ശിവരാജ് സിംഗ് ചൗഹാൻ കഴിഞ്ഞ തിരഞ്ഞെടുപ്പോടുകൂടി നിശബ്ദനായി വഴിമാറി. രാജസ്ഥാനിൽ 2 തവണ മുഖ്യമന്ത്രിയായ വസുന്ധര രാജ് സിന്ധ്യയോട് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് ശേഷം മാറി നിൽക്കാൻ പാർട്ടി നിർദ്ദേശിച്ചു. അവരും നിശബ്ദമായി മാറി. ബംഗാളിൽ നീണ്ടകാലത്തെ പോരാട്ടത്തിന് ശേഷം സുവേന്ദു അധികാര മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. സുവേന്ദു പാർട്ടിയിലേക്ക് വരുന്നതിന് മുന്നേ ബംഗാളിൽ BJPക്ക് അടിത്തറ പാകി വിജയങ്ങൾ സമ്മാനിച്ച ദിലീപ് ഘോഷ് ഒരു ഉപമന്ത്രി സ്ഥാനം പോലും ചോദിക്കാതെ അദ്ദേഹത്തിനൊപ്പമുണ്ട്. ഉത്തർപ്രദേശിൽ BJPയുടെ ചരിത്ര വിജയത്തിന് കാരണക്കാരനായി നിന്നത് കേശവ് പ്രസാദ് മൗര്യയായിരുന്നു. യോഗി ആദിത്യനാഥ് എന്ന കേന്ദ്ര തീരുമാനത്തിന് മുന്നിൽ ഒച്ചപ്പാടിടാതെ അദ്ദേഹവും മാറിക്കൊടുത്തു. സീനിയോറിറ്റിയോ പോലീസിന്റെ ലാത്തി കൊണ്ട പാടോ MPമാരുടെയും MLAമാരുടെയും പിന്തുണയോ കാണിച്ച് എവിടെയും ആരും ബഹളം വെക്കുന്നില്ല. പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നുമില്ല. പരസ്പരം ചെളിവാരി എറിയുന്നുമില്ല. പ്രവർത്തകരെ കൊണ്ട് ഫ്ലെക്സ് വെക്കുന്ന പതിവില്ല. കീറി നാണം കെടുത്തുന്നുമില്ല. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും ഉന്നതനായ നേതാവായിരുന്ന മുൻ മുഖ്യമന്ത്രി കൂടിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സ് പോലും കോൺഗ്രസ് പ്രവർത്തകർ ചേരിതിരിഞ്ഞ് കീറിക്കളയുന്ന കാഴ്ച ഇന്നലെ കണ്ടു. മോദിയെയും BJPയും പരിധിയിൽ കൂടുതൽ വിമർശിക്കുന്ന ഇപ്പോഴും BJPയിലുള്ള സുബ്രഹ്മണ്യൻ സ്വാമിയെ പൊതു ഇടത്തിൽ അധിക്ഷേപിക്കാൻ പോലും BJP പാർട്ടി പ്രവർത്തകർ നിന്നിട്ടില്ല. ഇന്ത്യ ഭരിച്ച 2 പ്രസ്ഥാനങ്ങളുടെ സംസ്കാരം, പ്രവർത്തന ശൈലി, അച്ചടക്കമൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത്. അധികാരമല്ല, ആശയമാണ് പരമപ്രധാനമെന്ന് ചിന്തിക്കുന്ന ഹിന്ദു ബ്രദർഹുഡ് പാളയത്തിൽ നിന്ന് തന്നെ സ്വന്തം സേനയ്ക്കെതിരെ പടയൊരുക്കം കാണാൻ കഴിയില്ല. ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയിലെ അണികളെ, പ്രവർത്തകരെ, നേതാക്കളെ യോജിക്കുന്നത് ഹിന്ദുത്വമാണ്. അവിടെ അധികാരം പോലും ആശയത്തിനേക്കാൾ എത്രയോ താഴെയാണ്. കോൺഗ്രസിൽ ആദ്യം അധികാരം, ശേഷം പണം, ഒടുവിൽ പാർട്ടി എന്ന് ചിന്തിക്കുമ്പോൾ BJPയിലെ കൊടി കെട്ടുന്നവർ മുതൽ ദേശീയ അധ്യക്ഷന് വരെ ഒരൊറ്റ നയമേ ഉള്ളൂ, അതേ പാടുള്ളൂ: ആദ്യം രാഷ്ട്രം, ശേഷം പാർട്ടി, ഒടുവിൽ മാത്രം വ്യക്തി.